ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ യഹൂദ ജനതയോട് ചേർന്നുകൊണ്ട്, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളും പെസഹ ആചരിക്കുകയാണ്. ഈശോ പെസഹ തിരുനാൾ പഴയ നിയമത്തിലെ യഹൂദ ജനതയോട് ചേർന്ന് ആ രീതിയിൽ ആഘോഷിച്ചെങ്കിലും അതിന് വ്യത്യസ്തമായ ഒരു മാനം നൽകിക്കൊണ്ട് പുതിയ പെസഹ സ്ഥാപിക്കുന്നു. യഹൂദ പെസഹായും ക്രൈസ്തവ പെസഹായും തമ്മിലുള്ള ആ അന്തരം എന്ന് ചെറുതായി പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് പെസഹായ്ക്കുള്ള ഒരുക്കമാണ്. അതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പുളിച്ച മാവ് ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യണം. പുളിപ്പ് എന്ന് പറയുന്നത് പാപത്തിന്റെ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ പുളിപ്പ് മാറ്റുന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓശാന ഞായറാഴ്ച ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ക്രയവിക്രയം നടത്തിയിരുന്നവരെ അടിച്ചു പുറത്താക്കുന്നു, നാണയമാറ്റക്കാരെ മാറ്റുന്നു. എൻ്റെ ആലയം, അതായത് ദൈവത്തിന്റെ ആലയം നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്നു, കച്ചവടക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതായിരുന്നു പെസഹ ആചരണത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി. രണ്ടാമത്തേത് ഈ പെസഹയ്ക്ക് വേണ്ടിയിട്ട് പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നതനുസരിച്ച് ഒരു കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കണം. അതായത് ആ പെസഹ കുഞ്ഞാടിന് ഇവിടെ ഈശോ തന്നെയാണ് പെസഹയ്ക്കുള്ള കുഞ്ഞാടായിട്ടും ആ വലിയ അപ്പകനായിട്ടും ഒരു വസ്തുവായും മാറുക. അതുകൊണ്ട് ഓശാനയുടെ ദിവസം ഈശോയെ ജനങ്ങള് എതിരേൽക്കുന്ന ഒരു ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പറഞ്ഞ് അവിടെ കഴുതപ്പുറത്ത് ഈശോ വരുമ്പോൾ അവിടെ ഈശോ വേറെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരികയില്ല, തന്നെ ബലിവസ്തുവായിട്ട് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ അങ്ങനെ ബലിയർപ്പിക്കപ്പെടുന്ന ആടുകളെ പരിശോധിച്ച ശേഷം പുരോഹിതന്മാർ നിശ്ചയിക്കും, ഓക്കെ, ഇവൻ ബലിയർപ്പിക്കാൻ യോഗ്യനാണ്, ഇത് കളങ്കമില്ലാത്ത ആടാണ് എന്ന് നിശ്ചയിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ ഈശോയെ വലിയ ജനാവലിയോടുകൂടി ജനങ്ങൾ ആർത്തു വിളിച്ച് ഓശാന പാടി ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞ് സ്വീകരിച്ചപ്പോൾ പുരോഹിതന്മാര് അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അതായത് കളങ്കമറ്റ ഒരു കുഞ്ഞാടായിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോയെ തിരഞ്ഞെടുത്തു. അതാണ് ഈ പെസഹാചരണത്തിന്റെ ഒരുക്കത്തിന്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പെസഹ ഭക്ഷണത്തിലുള്ള തയ്യാറെടുപ്പാണ്. അത് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചതുപോലെ ഈശോ രണ്ട് ശിഷ്യന്മാർ തന്റെ പ്രിയപ്പെട്ട പത്രോസിനെയും യോഹന്നാനെയും ഒരു അടയാളം കൊടുത്ത് അയക്കുകയാണ്. അതായത് കഴുതയെ തെരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ അവിടെ അടയാളം കൊടുത്തതുപോലെ തന്നെ ഇവിടെ മുൻകൂട്ടി ഒരു ഭവനത്തിലേക്ക് വിടുന്നു. അത് മർക്കോസിന്റെ ഭവനമായിരുന്നു. അവിടെയാണ് പെസഹ ആചരണം നടക്കുന്നത്. പിന്നീട് പെന്തക്കോസ്ത നടക്കുക സഹിയോൻ മാളികയിൽ. അങ്ങനെ ആ വീട് തെരഞ്ഞെടുക്കുന്നു. അതിന്റെ അവിടെ എല്ലാ ക്രമീകരണങ്ങളും ഈ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്യുന്നു. ഇനി അവിടെ പെസഹായ്ക്കുള്ള ഏതാനും ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളിൽ ഒന്നാണ് മാത്സ ബ്രെഡ്. മാത്സ ബ്രെഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ യഹൂദന്മാർ ഉപയോഗിക്കുന്ന റൊട്ടിയാണ്. അതായത് ഇത് പുളിപ്പില്ലാത്ത ഉണക്ക റൊട്ടിയാണ്. ഈ ഉണക്ക റൊട്ടി 3 എണ്ണം പ്രധാനമായിട്ടുണ്ടായിരിക്കും. അത് പഴയ നിയമത്തില് യഹൂദന്മാരുടെ ഇപ്പോഴും ഒരു ആചരിക്കുന്നതാണ് സങ്കല്പം അനുസരിച്ച്. ഇത് പുരോഹിതന്മാരെയും, രണ്ടാമത്തേത് ലേവി വംശജർ, മൂന്നാമത്തേത് അൽമായരായിട്ടുള്ള യഹൂദന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന് കൊടുക്കുന്ന അർത്ഥം ഒന്ന് പിതാവായ ദൈവം, രണ്ട് പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അതിന്റെ പൂർണ്ണതയാണ് ഇത് സൂചിപ്പിക്കുക. അപ്പോൾ ഈ പെസഹ ആചരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ അപ്പത്തിലെ നടുഭാഗത്തുള്ള അപ്പം അവരെടുക്കും. അതായത് മിശിഹായെ പ്രതിനിധാനം ചെയ്യുന്നത്. അത് കുടുംബനാഥൻ രണ്ടായിട്ട് മുറിക്കും. മുറിച്ചിട്ട് ഒരു ഭാഗം അയാൾ ഒരു വെള്ള വസ്ത്രത്തില് പൊതിഞ്ഞു വെക്കും. അതിനുശേഷമാണ് ഈ പെസഹായുടെ ഭക്ഷണം നടത്തുക. അതോടൊപ്പം തന്നെ അവര് 4 കാസകളിലായിട്ട് 4 ഗ്ലാസ് വീഞ്ഞ് കരുതി വെച്ചിരിക്കും. ഇത് പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്ന 4 കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്ന്, അവിടെ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അതായത് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. രണ്ടാമത്തേത്, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. മൂന്നാമത്തേത്, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, റിഡംഷൻ. നാലാമത്തേത്, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഇന്നും പെസഹ ആചരിക്കുമ്പോൾ 4 കപ്പ് ഉണ്ടാകും. 5-ാമതൊരു കപ്പ് കാണാം. അത് ഏലിയ പ്രവാചകനുള്ളതാണ്. അത് ആരും കുടിക്കുകയാണ്. ഏലിയ മിശിഹായുടെ വരവിന് മുന്നോടിയായിട്ട് ഏലിയ പ്രവാചകന് വേണ്ടി ഒരുക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് അതിഥികളായി വരുന്ന ആളുകൾ യഹൂദന്മാരുടെ വിളിച്ചുപെട്ടതല്ലെങ്കിലും
ഫോർമൽ റിച്വൽ അല്ലെങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്ന അതിഥികൾ ചെളിയിലൊക്കെ ചവിട്ടിയാണ് വരിക. അപ്പൊ അതുകൊണ്ട് അവരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു ചടങ്ങുണ്ട്. അത് സാധാരണഗതി ആതിഥേയൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ദാസന്മാരായിരിക്കും, അടിമകളായിരിക്കും അത് കഴുകുക. അതാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ആചരണത്തിന്റെ ഭാഗമായി ശിഷ്യന്മാരെ നമ്മുടെ ഈഗോ കൊണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ആ തർക്കം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ അവർ നമ്മളെ പോലെ പച്ചയായ മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഈഗോ കൊണ്ട് അവർ പരസ്പരം പാദങ്ങൾ കഴുകിയില്ലെന്ന് മാത്രമല്ല ഗുരുവിന്റെ പാദം കൊണ്ട് കഴുകാൻ അത് തയ്യാറായില്ല. കാരണം ആ ഗുരുവിന്റെ പാദം കഴുകിയാൽ ഞാനിവിടെ ഏറ്റവും ലോകത്തിലേക്ക് പോകും. പലപ്പോഴും നമ്മുടെയൊക്കെ ഈഗോ ഇതാണ്. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാദം കഴുകാനായിട്ട് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. ഭാര്യ ഭർത്താവിനും, ഭർത്താവിനും ഭാര്യയ്ക്കും, മാതാപിതാക്കളും മക്കൾക്കും, മക്കൾ മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾ തമ്മിലും ഒക്കെ ഈ ശുശ്രൂഷയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ, എളിമപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി അതിനുശേഷമാണ് പെസഹ ഭക്ഷണത്തിലേക്ക് കിടക്കുക. പെസഹ ഭക്ഷണത്തിലേക്ക് കിടക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഹഗ്ഗാദയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതായത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്യും. അത് സദാ ഇരുന്നാണ് അവർ ആഘോഷിക്കുക. അതിനകത്ത് എല്ലാ ക്രമങ്ങളും ഞാൻ പറയുന്നില്ല. അതിലെ ഓരോ ഘട്ടമുണ്ട്. ഓരോ ഘട്ടത്തിന് ഇടയ്ക്കിടയ്ക്കെല്ലാം ഒരു കൈകൾ പ്രതീകാത്മകമായിട്ട് തന്നെ ആചാരത്തിന്റെ ഭാഗമായിട്ട് കൈകൾ കഴുകും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഘട്ടം വരുമ്പോൾ 2 ബ്രെഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നീട് അവര് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അപ്പം എടുക്കും. അത് സാധാരണ രീതിയിൽ കുട്ടികളോട് പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. അവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവർക്കൊരു സമ്മാനം കൊടുക്കും. ഈ അപ്പമാണ് ഇവിടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കാനായിട്ട് ഈശോ ഉപയോഗിക്കുക. അപ്പൊ ഈ വെള്ളത്തുണിയിൽ പൊതിയുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ ഈശോയുടെ കബറിടത്തെയാണ് സൂചിപ്പിക്കുക. ഈശോയുടെ മരിച്ച് അധ്വാനം ചെയ്യുന്നതിനെയാണ്. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാർക്ക് ആ അർത്ഥത്തിൽ അവരെടുക്കുന്നില്ല. അവര് അതുപോലെ തന്നെ ഈ ബ്രെഡിലുള്ളതായ സ്ട്രൈപ്പുകൾ, കറുത്ത പാടുകളുണ്ട്. ഇത് ഈശോയെ ചമ്മട്ടി അടിച്ച് ഉണ്ടായ ആ രക്തത്തിന്റെ കറകളെയാണ് അല്ലെങ്കിൽ ആ പാടുകളെയാണ് സൂചിപ്പിക്കുക. ഇതിലുള്ള സുഷിരങ്ങൾ ഈശോയുടെ കൈകളിലും കാലുകളിലും ഹൃദയത്തിലും തുളച്ച ആ ആണിപ്പാടുകളെയാണ് പ്രതീകാത്മകമായിട്ട് ക്രിസ്തീയമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുക. ഇതിനുശേഷം ഈ അപ്പമാണ് അവര് മുറിച്ച് എല്ലാവരും പങ്കുവെക്കുക. അപ്പൊ ഈശോ എന്ത് ചെയ്തു? അത് മുറിച്ചിട്ട് ഈശോ പറഞ്ഞു, ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. അപ്പോൾ ഇവിടെ യഹൂദന്മാരുടെ നമുക്ക് പെസഹാവ്യാഴം ദുഃഖവെള്ളി എന്ന് പറയുന്നത് 2 ദിവസമാണെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് 1 ദിവസമാണ്. കാരണം വ്യാഴാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി വരെയാണ് അവരുടെ കലണ്ടർ. അപ്പൊ അതനുസരിച്ച്, കാരണം ആദ്യം രാത്രിയായിരുന്നു, അന്ധകാരമായിരുന്നു, പിന്നീടാണ് ദൈവം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രകാശത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഈ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി വരെ 1 ദിവസത്തെ കൊണ്ടാണ് ദൈവത്തിന്റെ കർത്താവിന്റെ ഈ പീഡാസഹനവും കുരിശുമരണവും നടക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഇന്നും നാളെയും നമ്മൾ ആചരിക്കുന്ന തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഈ അപ്പം എടുത്ത് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് അതേ ദിവസം തന്നെ, യഹൂദ പഞ്ചാംഗം അനുസരിച്ച് അതേ ദിവസം തന്നെ കുരിശില് മുറിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്ന ആ ശരീരം, അവിടെ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന, ആണികളാൽ മുറിക്കപ്പെടുന്നതായ ആ ശരീരം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, ഇനി നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്റെ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് ഈശോ ഓരോരുത്തർക്കും മുറിച്ച് കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം അവരുടെ പെസഹാചരണത്തിൽ ഓരോ ക്രമത്തിലും ഒരു പാത്രം എടുത്ത് ആ പാനപാത്രത്തിൽ നിന്ന് കുടുംബനാഥൻ കുടിക്കുന്നു, ബാക്കി കുടുംബാംഗങ്ങൾ എല്ലാവരും അതിൽ നിന്ന് കുടിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുന്തിരി ചാറാണ് കൊടുക്കുക, അല്ലാത്തവര് വീഞ്ഞാണ് ഉപയോഗിക്കുക. അങ്ങനെ ഒന്നാമത്തേത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തേതായി അടുത്ത റിച്വലനുസരിച്ച് മൂന്നാമത്തേത് കഴിക്കുന്ന സമയം വരുന്നു. ആ സമയത്ത് ഈശോ തന്റെ കരങ്ങളിൽ ഈ പാനപാത്രം എടുത്ത്, മൂന്നാമത്തെ പാനപാത്രമാണ് അത് എടുത്ത് ഈശോ അത് പറയുകയാണ്, ഇത് എൻ്റെ ഉടമ്പടിയുടെ രക്തമാണ്. ഈ എൻ്റെ രക്തമാണ്. അത് എന്തിന്റെ രക്തമാണ്? പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. കാരണം പഴയ ഉടമ്പടിയുണ്ട്. സീനായ് മലയുടെ താഴ്വരയിൽ വെച്ച് മോശ 10 കൽപ്പനകൾ വാങ്ങിച്ച ശേഷം താഴെ മുതൽ കാളയെ കൊന്ന് അതിന്റെ രക്തമെടുത്ത് പകുതി അൾത്താരയിലും ബലിപീഠത്തിലും പകുതി ജനങ്ങളുടെ മേൽ തെളിച്ചാണ് യഹൂദ ജനതയെ സ്ഥാപിക്കുന്ന ഒരു ഉടമ്പടി. അത് പഴയ നിയമത്തിലെ ഉടമ്പടിയാണെങ്കിൽ ഇത് പുതിയ നിയമത്തിലെ ഉടമ്പടിയാണ്. ഈ രക്തം കാളയുടെ രക്തമല്ല, ആടിന്റെ രക്തമല്ല, മറിച്ച് ഇത് എന്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യുക എന്ന് പറഞ്ഞ് എല്ലാവർക്കും അത് പാനം വെച്ചു കൊടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, അവിടെ കീർത്തനങ്ങൾ ആലപിച്ച ശേഷം ഈശോ പെസഹ ആചരണം അവിടെ നിർത്തി. അതായത് സങ്കീർത്തനങ്ങൾ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഈ പെസഹ ആചരിക്കുന്ന വേളയിൽ അന്നും ഇന്നും യഹൂദന്മാർ ആലപിക്കുന്ന സങ്കീർത്തനം. അപ്പൊ ഈശോ തന്നെ പെസഹ ആചരണത്തിന്റെ ഭാഗത്ത് ഈ സങ്കീർത്തനങ്ങൾ ആലപിച്ചു. അതിനുശേഷം 4ാമത്തെ കാസ കുടിച്ചില്ല. ഈ 4ാമത്തെ കാസ കുടിക്കാതെ ഈശോ നേരെ ഗത്സമന തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഈശോ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരയണമേ. കാരണം ഈ പാനപാത്രമാണ് ഏറ്റവും വേദനാജനകം. പാനപാത്രം എന്ന് പറഞ്ഞാൽ അത് വെറും വീഞ്ഞല്ല. യഹൂദ പാരമ്പര്യത്തില് അവരുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ഒത്തുകല്യാണത്തിന് വരൻ വീഞ്ഞെടുത്തിട്ട് അവൻ കുടിക്കും ഒരു കുറച്ച് ഭാഗം. എന്നിട്ട് അവന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന സ്ത്രീയോട് പറയും, നീ എന്റെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ തയ്യാറാണോ? അപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ കൂടി കുടിക്കും. അപ്പൊ സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്, കമർപ്പുമുണ്ട്, ആനന്ദവുമുണ്ട്. ഇതാണ് ഈ കപ്പിന്റെ പ്രത്യേകത. അപ്പൊ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് അറിയാം താൻ എങ്ങനെയാണ് പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത്, തന്നെ മർദ്ദിക്കാൻ പോകുന്നത്, തന്നെ കുരിശ് തറയ്ക്കാൻ പോകുന്നത്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ തന്റെ ഉദാഹരണത്തെ കുറിച്ച് ഈശോയ്ക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് അതിൽ ആനന്ദമുണ്ട്, അതിൽ ദുഃഖമുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വിവാഹാവസരത്തിലാണ് നമ്മൾ ജനിച്ചു വീഴുന്ന എല്ലാവർക്കും ഈ 4ാമത്തെ കപ്പുണ്ട്. അതായത് ജീവിതത്തിലെ സഹനങ്ങളുണ്ട്, ജീവിതത്തിലെ പ്രത്യാശയുണ്ട്, മരണാനന്തര ജീവിതത്തിലുള്ള ആനന്ദമുണ്ട്. പക്ഷേ ഈ കാസ ഒഴിവാക്കാൻ പറ്റത്തില്ല. പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ പറഞ്ഞു എന്റെ മകനെ ബലിയർപ്പിക്കണമെന്ന്. മോറിയാമലയെ കൊണ്ടുപോയി അവൻ പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. സമയമായപ്പോൾ അവന്റെ ഈ കുഞ്ഞിന് പകരമായിട്ട് ഒരു ആടിനെ കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഒരു മാലാഖയെ അയച്ച് ആശ്വസിപ്പിച്ചു, ശക്തി പകർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി നൽകുകയാണ്, അല്ലാതെ നമ്മുടെ ഒളിച്ചോടുകയല്ല. അപ്പൊ അതുകൊണ്ട് ഈശോ അവിടെ വെച്ച് പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ. പക്ഷേ ആ പാനപാത്രത്തിന് പകരം ഈശോ 4ാമത്തെ കാസ കുടിച്ചു. എപ്പോഴാണ്? ഈശോ കുരിശ് തറയ്ക്കുന്നതിന് മുൻപായിട്ട് ആദ്യം അവര് വീണ കലർത്തിയ വീഞ്ഞു കൊടുത്തു. ഈശോ രുചിച്ചു നോക്കി, കുടിച്ചില്ല. കാരണം പഴയ കാലത്ത് ഈ കുറ്റവാളികളായ ആളുകളെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ഭക്തരായ സ്ത്രീകള് വീഞ്ഞും മീറായും കൂടെ കലർത്തിയാൽ ഭയങ്കര ലഹരി പിടിച്ച് ചില ബോധം കിട്ടും. അപ്പൊ വേദന സഹിക്കാനുള്ള ശക്തി കിട്ടും. നമ്മുടെ ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് മയക്കുന്നത് പോലെ. അത് ഈശോ എടുത്തില്ല. എന്നാൽ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്തത്? അവിടെ ഒരു വലിയ കോലില് സ്പോഞ്ചിൽ മുക്കി അല്പം വീഞ്ഞ് ഈശോയുടെ നാവിലേക്ക് കൊടുത്തു. അത് രുചിച്ചു നോക്കിയിട്ട് ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോഴാണ് ഈശോ 4ാമത്തെ പെസഹ ആചരണം കംപ്ലീറ്റ് ചെയ്തത്. അവിടെ പെസഹ ആചരണം എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചും ഈശോയെ സംബന്ധിച്ചും പെസഹ വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആചരണമാണ്. ഇനി എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതും പെസഹ ആചരണത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് യഹൂദന്മാർ ഇപ്പോഴും പെസഹ ആചരിക്കുമ്പോൾ കുടുംബത്തില് ഈ പെസഹ വർഷം എല്ലാം കഴിയുമ്പോൾ ഈ കുടുംബനാഥൻ പറയും, കുടുംബനാഥനാണ് കാരണമേ. അപ്പൊ കുടുംബനാഥൻ പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ദാറ്റ് മീൻസ് പെസഹ ഈസ് ഓവർ. അതായത് നമ്മുടെ ലാറ്റിൻ കുർബാനയിൽ പറയുന്നത് മാസ് ഈസ് ഓവർ, ഗോ ഇൻ പീസ് എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പൊ അതാണ് ഈശോ ഈ കുരിശിൽ കിടന്നുകൊണ്ട് പറയുക, ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി നമുക്ക് ഈ പെസഹ ആചരിക്കുമ്പോൾ നമ്മൾ ഏതാനും കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഉടനെ തന്നെ 12 പേരുടെ ഈശോയുടെ ശിഷ്യന്മാരെ പ്രതിദാനം ചെയ്തുകൊണ്ട് 12 പേരുടെ പാദങ്ങൾ കഴുകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. വെറുതെ ഒരു നാടകം കാണുകയല്ല, മറിച്ച് ഈശോയെ ഇതുപോലെ തന്നെ ഈശോയെ അനുകരിച്ചുകൊണ്ട് വിനയാന്വിതരായിട്ട് എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹപ്രവർത്തകരോട്, ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് സേവനം ചെയ്യുവാൻ ഉള്ള എളിമയും സേവന മനോഭാവവും എനിക്ക് തരണമേ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് യൂദാസിനെ പോലെ വേണമെങ്കിൽ പങ്കെടുക്കാം. യൂദാസിലേക്ക് പിശാച് കടന്നു കയറി. അത് പെട്ടെന്നുണ്ടായതല്ല. അവൻ കുറെ നാളുകളായിട്ട് ധനത്തോടുള്ള ആസക്തി, ഈശോയുടെ എതിർപ്പല്ല, യഹൂദ പ്രമാണിമാരോടുള്ള താല്പര്യമല്ല, മറിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്നുള്ള ജ്വരം കയറി കഴിയുമ്പോൾ അവന്റെ ആത്മീയമായ അന്ധകാരം ബാധിച്ചു. അങ്ങനെ ആത്മീയമായ അന്ധകാരം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആണ്ടുപുസ്തകം മുടങ്ങിക്കൊണ്ടാണോ, ഗൗരവമായ പാപത്തിൽ നിന്നുകൊണ്ടാണോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? എങ്കിൽ യൂദാസിനെ പോലെ ആയിരിക്കും നമ്മളും കർത്താവിന്റെ ഈ ഭോജനത്തിന് പങ്കുചേരുക. അതുകൊണ്ട് നമ്മുടെ
വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ട രീതിയിൽ ആത്മീയമായിട്ട് ഒരുങ്ങുക. മൂന്നാമത്തെ കാര്യം ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശോ വീണ്ടും വീണ്ടും ഓരോ കുർബാനയിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരികയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പൗരോഹിത്യം കൂടി സ്ഥാപിക്കുകയാണ്. അത് പഴയ നിയമകാലത്ത് ലേവിയ വംശത്തിൽ അഹ്റോന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കായിരുന്നു പൗരോഹിത്യം എന്ന് വരിക. പുതിയ നിയമത്തില് ദൈവം തിരഞ്ഞെടുക്കുന്ന അഭിഷിക്തരായ ആളുകളെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മെത്രാനെയും നമ്മുടെ വൈദികരെയും ഒക്കെ ഏത് ആർക്കും കയറി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാത്ത രീതിയിലുമൊക്കെ അപമാനിക്കാനുള്ളതല്ല. ഇത് ദൈവത്തിന്റെ പ്രതിനിധികളാണ്. അവരുടെ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് സത്യസഭയ്ക്ക് അനുസരിച്ച് വിളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവതരിപ്പിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. പൊതുജനത്തിന്റെ അഭിപ്രായമല്ല, അതിനേക്കാൾ ഉപരി പൊതുജനങ്ങളെ ശ്രമിക്കണം. എന്നാൽ സഭയോട് ചേർന്നുകൊണ്ട് സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായി സഭാപാരമ്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവരോട് സഹകരിക്കുകയാണ് വേണ്ടത്. നാലാമതായിട്ട് ഈശോ ഗെത്സമൻ തോട്ടത്തില് പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പാനപാത്രങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം ഇതാണ് എങ്കിൽ അത് ഏറ്റെടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ഇത് മാറ്റിത്തരാൻ വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം, ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. ചിലപ്പോൾ മാറ്റിത്തരും, ചിലപ്പോൾ ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ദൈവം നമുക്ക് ശക്തി നൽകും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഈ വക ചിന്തകളോടുകൂടി ഈ പെസഹ ആചരണത്തിൽ നമുക്ക് പങ്കുചേരാം.